അടുത്തിടെ പാകിസ്ഥാൻ ഒരു ഷിപ്പ് ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. ഇത് ഇന്ത്യയുടെ കരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെതിരെ ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. ഇന്ത്യയുടെ കരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പാകിസ്ഥാനോട് അടുത്തു വരികയാണെങ്കിൽ ഇതിനെ ഉപയോഗിച്ച് അവരെ നശിപ്പിക്കുമെന്ന് അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരൊരു പോസ്റ്റ് കൊടുത്തു. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നതും ഈ സ്മാഷ് മിസൈലിന്റെ കഴിവ് എത്രമാത്രം ഉണ്ട്, ഇതിനെ നേരിടാൻ നമുക്ക് എന്തെല്ലാം ആയുധങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒന്നാമതായി, ഈ സ്മാഷ് എന്നത് ഒരു ഷിപ്പ് ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ബാലിസ്റ്റിക് മിസൈൽ അവർ പരീക്ഷിച്ച് അവസാനിച്ചതിന് ശേഷം ഇതൊരു തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലാണെന്നും പറഞ്ഞു. അതായത് ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പാത പോലെ, പാരബോള പോലെ പറക്കുന്നില്ല. ഇത് വായുവിൽ അല്പം വ്യത്യസ്തമായ ഒരു ഫ്ലൈറ്റ് പാത്തിലൂടെയാണ് പറക്കുന്നത്. അതിനാൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി ഇതിനെ നശിപ്പിക്കുന്നതും അത്ര എളുപ്പമല്ല എന്നവർ പറഞ്ഞു. മാത്രമല്ല, ഇത് ടാർഗറ്റിനെ ചെന്ന് ആക്രമിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. അതിലൂടെ ഈ മിസൈലിന്റെ കൃത്യത നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇത് വളരെ കൃത്യതയുള്ള ഒരു മിസൈലാണെന്നുള്ളത് നമുക്ക് സമ്മതിക്കാം. അതിനാൽ സ്മാഷ് എന്നത് എത്ര തന്നെ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആയാലും അതിന്റെ മെനുവർ ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിനെ ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. ഈ മിസൈലിന്റെ ദൂരപരിധി 350 കിലോമീറ്റർ ആണ്. ഈ മിസൈലിന്റെ വേഗത സൂപ്പർസോണിക് ആയതിനാൽ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ നശിപ്പിക്കാൻ ഇത് നല്ലൊരു ആയുധമാണ്. ഇങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രചരണം മുന്നോട്ടു പോയത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ഈ മിസൈലിനെ ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെതിരെ ഉപയോഗിക്കാം. ഈ മിസൈൽ അവരുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാനാകും. ഇപ്പോ ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത സൂപ്പർസോണിക് വേഗതയിൽ അതിന്റെ പാത മാറ്റുക എന്നതാണ്. പൊതുവെ സൂപ്പർസോണിക് വേഗതയിൽ ഒരു മിസൈൽ പോയാൽ അതൊന്നുകിൽ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ബ്രഹ്മോസ് പോലുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആയിരിക്കണം. ഇപ്പോ ഈയൊരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിനും ഒരു ബാലിസ്റ്റിക് മിസൈലിനും തമ്മിലുള്ള വ്യത്യാസം, ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന് അതിന്റെ ജീവിതത്തിന്റെ 3/4 ഭാഗവും അതിന്റെ സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്റെ പരമാവധി വേഗത മാക് 3.5 ആണെങ്കിൽ അതിന്റെ ഫ്ലൈറ്റ് പാത്തിന്റെ 90% കുറഞ്ഞത് മാക് 2 വേഗതയിലെങ്കിലും പറക്കാൻ സാധിക്കും. അത്തരം മിസൈലുകളെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് വിളിക്കുന്നു. എന്നാൽ ഒരു ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രശ്നം അതിന്റെ വേഗത പരമാവധി ഉയരത്തിലെത്തിയതിനു ശേഷം മാത്രമേ കൈവരിക്കുകയുള്ളൂ. അതായത് അത് പരമാവധി ആകാശത്തിലെത്തുമ്പോൾ, ആ ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുമ്പോൾ മാത്രമേ അത് അതിന്റെ പരമാവധി വേഗതയിലെത്തുകയുള്ളൂ. അപ്പോൾ ഈ ഒരു മിസൈൽ എത്ര തന്നെ സൂപ്പർസോണിക് ശേഷിയുള്ളതാണെങ്കിലും അതിന്റെ വേഗത അതിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ വളരെ കുറവായിരിക്കും. അപ്പോ കുറഞ്ഞ വേഗതയിൽ ഈ ഒരു മിസൈലിനെ തടസ്സപ്പെടുത്തുന്നതും വളരെ എളുപ്പമായിരിക്കും. ഈ ബാലിസ്റ്റിക് മിസൈലിന്റെ ബലഹീനത അതിന്റെ വേഗത വർദ്ധിപ്പിക്കാനെടുക്കുന്ന സമയവും പറക്കാനുള്ള പാതയുമാണ്. അതുകൊണ്ട് ഒരു രാജ്യം വളരെ ഹെവിലി പ്രൊട്ടക്റ്റഡ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിക്കില്ല. ഒന്നുകിൽ അവർ അവരുടെ ക്രൂയിസ് മിസൈൽസ് ഉപയോഗിക്കും. ടൊമഹോക്ക് പോലെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് പോലെയോ ചൈനയുടെ ഹൈപ്പർസോണിക് മിസൈൽസ് പോലെയോ അതിനെ വെച്ച് മാത്രമേ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ അവർക്ക് ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിക്കാൻ കഴിയില്ല. പ്രായോഗികമായി ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോ ഒരു ബാലിസ്റ്റിക് മിസൈലിനെ കൊണ്ടുവന്ന് അത് വെച്ച് ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ അത് ഒരേയൊരു വഴിയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇന്ത്യയുടെ പക്കൽ വ്യോമ പ്രതിരോധ സംവിധാനം ഇല്ലെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. പക്ഷെ ഇന്ത്യക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസും DRDOയും ചേർന്ന് രൂപീകരിച്ച ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അതിന്റെ പേര് MRSAM, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽസ്. ഇന്ത്യയുടെ എല്ലാ ഫ്രണ്ട് ലൈൻ യുദ്ധക്കപ്പലുകളിലും, അതായത് നമ്മുടെ വിശാഖപട്ടണം ക്ലാസ് ഡെസ്ട്രോയേഴ്സ് 6 ഡെസ്ട്രോയേഴ്സ് ഉണ്ട്. ഈ 6ലും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യയിൽ നിർമ്മിച്ച നമ്മുടെ ഫ്രിഗേറ്റ്സ്, ഇവയിലും ഈ പ്രത്യേക പ്രതിരോധ സംവിധാനം നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. INS വിക്രാന്തിലും ഈ പ്രതിരോധ സംവിധാനമുണ്ട്. സൂപ്പർസോണിക് വേഗതയിൽ വരാൻ കഴിയുന്ന അത്യധികം ചലിപ്പിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളെ പോലും പ്രതിരോധിക്കാൻ ഈ പ്രതിരോധ സംവിധാനത്തിന് കഴിവുണ്ട്.
അപ്പോ ഒരു ക്രൂയിസ് മിസൈലിന് സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന ഒന്നിനെ ഡിഫൻഡ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്വാഷി ബാലിസ്റ്റിക് മിസൈൽ, ഇതിനെ ക്വാഷി ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിക്കുള്ളിലാണ് നമ്മൾ ചേർക്കുക. ഇങ്ങനെയുള്ള മിസൈലിനെ നമ്മളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഡിഫൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു മിസൈലിനെ ഡിഫൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ പറയുകയാണെങ്കിൽ പോലും ഞാൻ ഇതിനകം പറഞ്ഞതുപോലെ ഈ ഒരു ക്രൂയിസ് മിസൈൽ ഒരു ഷിപ്പ് ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലാണ്. ഇത് അയക്കണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാന് ഒരു യുദ്ധക്കപ്പൽ ആവശ്യമാണ്. കൂടാതെ ഈ യുദ്ധക്കപ്പൽ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനടുത്ത് 350 കിലോമീറ്റർ അടുത്ത് വരണം. ഒരു എയർക്രാഫ്റ്റ് കാരിയർ ബാറ്റിൽ ഗ്രൂപ്പ് പൂർണ്ണമായും യുദ്ധത്തിന് തയ്യാറായി കടലിലുണ്ടെങ്കിൽ അതിനടുത്ത് മറ്റൊന്നിനും വരാൻ സാധിക്കില്ല. കാരണം അവർക്ക് ഫൈറ്റർ ജെറ്റ് ഉണ്ട്. അവരുടെ കോമ്പാക്ട് റേഡിയസ് എന്നത് 2000 കിലോമീറ്റർ ആണ്. 2000 കിലോമീറ്റർ മാറിയുള്ള ഒരു ടാർഗറ്റിനെ പോലും ആ ജെറ്റിനെ കൊണ്ട് ആക്രമിക്കാൻ സാധിക്കും. കൂടാതെ നമ്മൾ ബ്രഹ്മോസ് NG എന്ന ഒരു മിസൈൽ ഉപയോഗത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ റഫേലിയം MiG-29Kയിൽ ആ മിസൈലിനെ ഇൻഡക്ട് ചെയ്താൽ നമ്മുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്ററിനുള്ളിൽ ഒരു ചെറിയ കാറ്റ് പോലും വരാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ അതിനെ നമ്മൾ നശിപ്പിക്കും. അപ്പൊ പാകിസ്ഥാൻ പറയുന്നത് പോലെ അവരുടെ യുദ്ധക്കപ്പൽ നമ്മുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനടുത്ത് 350 കിലോമീറ്ററോളം ഒന്നും കൊണ്ടുവരാനേ സാധിക്കില്ല. നമുക്കിപ്പോ നിലവിലുള്ള ശേഷി ഉപയോഗിച്ച് മാത്രം നമ്മുടെ MiG-29K വിമാനങ്ങൾ ഇവയെ പിന്തുടർന്ന് വേട്ടയാടുകയും ചെയ്യും. കൂടാതെ എണ്ണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ കുറഞ്ഞ യുദ്ധക്കപ്പലുകൾ മാത്രമേ ഉള്ളൂ. അവരുടെ നാവികസേനയെ ഇന്ത്യയുമായി ഒരിക്കലും താരതമ്യം ചെയ്യാനും സാധിക്കില്ല. വ്യോമസേനയെയും കരസേനയെയും കുറിച്ച് സംസാരിക്കുന്നത് പോലെ അവരുടെ നാവികസേനയെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് വളരെ കുറച്ച് യുദ്ധക്കപ്പലുകൾ മാത്രമേ ഉള്ളൂ. അതിനാൽ ഈ യുദ്ധക്കപ്പൽ ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അതും ഈ ഒരു മിസൈൽ ഉപയോഗിച്ച്. ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി ലോഞ്ച് ചെയ്യാൻ ഒരു വെസൽ, ഒരു കപ്പൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ഒരു കപ്പലേ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ഈ മിസൈൽ വെച്ച് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് തന്നെ അറിയില്ല. എന്നിട്ടും ഈ ഒരു മിസൈലിലൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കൊണ്ടും ഒരു അഡ്വാൻസ്ഡ് ആയ മെനൂറബിൾ മിസൈൽ നിർമ്മിക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമ്മൾ ഒരു 15 വർഷങ്ങൾക്ക് മുൻപ് ചെയ്തത് ഇപ്പോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ വീണ്ടും ഞങ്ങൾ പല ആയുധങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ സ്മാഷ് മിസൈൽസിനെ തടയാനുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനമായ ബറാക്കറ്റ് നമ്മൾ പല വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ വാർഷിപ്പിൽ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ ഈ മിസൈലിലേക്ക് തന്നെ വന്നത്. ഇവർ ഈ മിസൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈപ്പർസോണിക് മിസൈൽസ് എല്ലാം പരീക്ഷിക്കുകയും തീരദേശ പ്രതിരോധത്തിനും യുദ്ധക്കപ്പലുകളെ നേരിടാനും നമ്മൾ അത് പ്ലാൻ ചെയ്ത് വിന്യസിച്ചിട്ടുമുണ്ട്. അതിനാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യ എന്നത് എത്ര തന്നെ റിസർച്ച് ചെയ്ത് മിസൈൽസ് പുറത്തു വിട്ടാലും ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർ അവരുടെ വ്യവസായ മേഖലയിൽ വർഷങ്ങളോളം പിന്നിലാണ്. ഇനി കഴിവിന്റെ കാര്യത്തിൽ അവർക്ക് നമ്മുടെ നാവികസേനയുടെ അടുത്ത് പോലും വരാൻ കഴിയില്ല. എന്നിട്ടും പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ പുറമെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളുടെ പക്കലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്, കഴിവുണ്ട് എന്ന് അവരുടെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊന്നും നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PGLR SAM എന്ന മറ്റൊരു വ്യോമപ്രതിരോധ സംവിധാനം നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. ആ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർസെപ്റ്റർ എന്നത് മാക് 7 വേഗതയിൽ പോകും. അപ്പോ നമ്മുടെ അടുത്ത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഇന്റർസെപ്റ്റർ തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. കൂടാതെ 250 കിലോമീറ്ററിനുള്ളിൽ ഏതൊരു ലക്ഷ്യത്തെയും നിർവീര്യമാക്കാൻ ഇതിന് സാധിക്കും. അതിനാൽ PGLR SAM വന്നാൽ അത് ഹൈപ്പർസോണിക്കിന് തന്നെ ഒരു ഭീഷണിയായി മാറും. കാരണം ഒരു ഹൈപ്പർസോണിക് മിസൈൽ മറ്റൊരു ഹൈപ്പർസോണിക് മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക എന്നത് തിയററ്റിക്കലി പോസിബിൾ ആയ ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോ എല്ലാവരുടെ പക്കലുമുള്ള ഇന്റർസെപ്റ്റർ മിസൈൽസ് എല്ലാം സൂപ്പർസോണിക് ആണ്. സൂപ്പർസോണിക്കിനെ ഉപയോഗിച്ച് ഹൈപ്പർസോണിക്കിനെ ആക്രമിക്കുക ബുദ്ധിമുട്ടാണ്, തിയറി അനുസരിച്ച് അസാധ്യമാണ്. അതുകൊണ്ടാണ് ഹൈപ്പർസോണിക് മിസൈൽസ് അൺടച്ചബിൾ ആയത്. എന്നാൽ മാക് 7ൽ പോകാൻ കഴിവുള്ള ഇന്റർസെപ്റ്റേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയാൽ ഹൈപ്പർസോണിക് മിസൈൽസുകളെ പോലും ഒരുപക്ഷെ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം വരും. അതിനാൽ PGLR SAM പോലുള്ള പ്രോജക്റ്റിൽ പദ്ധതിയിടുന്ന ഇന്ത്യയോട് വന്ന് സ്മാഷ് പോലുള്ള ബാലിസ്റ്റിക് മിസൈൽ എടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾ ഇന്ത്യയുടെ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിനെ തന്നെ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക? ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.